रहमतुल्लाहि व बरकातुहू। अल्हम्दुलिल्लाहिर रहीमिर रहमान अकरमना बिशहरि रमज़ान व हय्या फीहि अस्बाबर रहमति वल गुफ़रान। अशहदु अन ला इलाहा इल्लल्लाह व अशहदु अन्न नबिय्यना मुहम्मदन अब्दुल्लाहि व रसूलुहु। अल्लाहुम्मा सल्लि व सल्लिम व बारिक अलैहि व अला आलिहि व सहबिहि व मन तबिअहुम बि इहसान। अऊज़ु बिल्लाहि मिनश शैतानिर रजीम। या अय्युहल्लज़ीना आमनू कुतिबा अलैकुमुस्सियामु कमा कुतिबा अलल्लज़ीना मिन क़ब्लिकुम लअल्लकुम तत्तഖൂൻ। അമ്മാ ബഅദു, ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് അവൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് അള്ളാഹുവിൻ്റെ ഈ ഒരു ഭവനത്തിൽ ഒരുമിച്ച് കൂടിയ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് നൽകുകയാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമളാനിൽ നമ്മളോട് നോമ്പനുഷ്ഠിക്കാൻ പറയുന്നത്. ഈ കഴിഞ്ഞ ആയുസ്സിൽ അത്രയും ഒരുപാട് റമളാനുകളെ സ്വീകരിക്കുകയും നോമ്പനുഷ്ഠിക്കുകയും ആരാധനകളിൽ കഴിവിൻ്റെ പരമാവധി സജീവരാകാൻ പരിശ്രമിക്കുകയും ചെയ്തവരാണ് നമ്മൾ ഓരോരുത്തരും. റമളാൻ എന്ന് കേൾക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ മനസ്സിൽ വല്ലാത്ത ആഹ്ലാദവും ആനന്ദവും സന്തോഷവും നിറയുന്ന നാളുകളാണ്. റമളാനിൻ്റെ വരവിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ സന്തോഷ വാർത്ത അറിയിക്കാറുണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയവരാണ്. ഇന്ന് ലോകത്തെമ്പാടുമുള്ള ആളുകൾ ഈ ഒരു നിമിഷം വരെ പരിശുദ്ധമായൊരു റമളാനിലേക്ക് പ്രാർത്ഥനകളും ആശകളുമായി കഴിയുന്നവരാണ്. അള്ളാഹു വിശുദ്ധമായ റമളാനിലേക്ക് നമ്മൾ എത്തിക്കുമാറാവട്ടെ. റമളാനിൻ്റെ ആദ്യത്തെ രാവ് അത് സമാഗതമാവുമ്പോഴേക്കും ആകാശ ലോകത്ത് നിന്ന് ഒരു വിളയാളം കടന്നു വരുമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ വിളയാളങ്ങളിലെ വരികളെ ലോകത്തെമ്പാടുമുള്ള വിശ്വാസികൾക്ക് റസൂലുള്ള പഠിപ്പിക്കുകയാണ്. യാ ബാഗിയൽ ഖൈർ, നന്മ കൊതിക്കുന്നവനെ, നന്മ ആഗ്രഹിക്കുന്നവനെ, ജീവിതത്തിൽ നന്മകൾ ഉണ്ടാവണമെന്ന് മോഹമുള്ളവനെ, അഖ്ബിൽ, നീ ആ നന്മയിലേക്ക് കടന്നു വരണം. അവിടെ ഒരിക്കലും അമാന്തിച്ച് നിൽക്കേണ്ടതില്ല. അവിടെ ഒരു സന്ദേഹത്തിലോ സംശയത്തിലോ നിലകൊള്ളാതെ ദ്രുതഗതിയിൽ നീ നന്മയിലേക്ക് കടന്നു വരിക. കാരണം ഇനി വരാനിരിക്കുന്ന രാപ്പകലുകൾ അതിസുന്ദരങ്ങളായ ദിനങ്ങളാണ്. നന്മയിലേക്ക് കടന്നു വരാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിയാറുകളോട് അള്ളാഹു നൽകുന്ന നിർദ്ദേശം. അള്ളാഹു നന്മകൾ നിറയുന്ന മാസത്തിൽ നന്മയുള്ളവരാക്കി നമ്മളെ മാറ്റുമാറാവട്ടെ. എത്രമാത്രം നന്മകൾ നിറയുന്ന മാസം! ആ മാസത്തിൻ്റെ നന്മകളെ വിശദീകരിച്ചാൽ ഒരുപാട് മണിക്കൂറുകൾ നമുക്ക് വേണ്ടി വരും. പക്ഷെ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു നന്മ എന്ന് പറയുന്നത് അത് മഗ്ഫിറത്തിൻ്റെ മാസമാണ്. ഷഹ്റുൽ മഗ്ഫിറ, പാപമോചനത്തിൻ്റെ മാസം. രാവിൻ്റെ അന്ത്യയാമങ്ങളിൽ അള്ളാഹുവിനോട് കരഞ്ഞും റബ്ബിനോട് ഒരുപാട് പ്രതീക്ഷയിലും ഇസ്തിഗ്ഫാർ നടത്തുന്ന വിശ്വാസികളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചില്ലേ? പരിശുദ്ധ റമളാൻ എന്ന് പറയുന്നത് മഗ്ഫിറത്തിൻ്റെ മാസമാണ്. അള്ളാഹു മഗ്ഫിറത്ത് നൽകിക്കൊണ്ട് വിശ്വാസി ഹൃദയങ്ങളെ തണുപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന, അവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമെന്ന് റബ്ബ് വാഗ്ദാനം പറഞ്ഞ ദിനങ്ങൾ. അള്ളാഹു നമ്മുടെ തിന്മകൾ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ഖൈറാത്ത്, പരിശുദ്ധമായ ആ നാളുകളിലെ എല്ലാ നന്മകളെയും അള്ളാഹുവെ ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥനയാണ്. അള്ളാഹുവെ, നന്മകൾ നിന്നോട് ചോദിക്കുന്നു. കുറേ നന്മ ചെയ്യാൻ റബ്ബേ നീ ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണേന്ന. 5 നേരത്തെ നമസ്കാരാനന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിക്ക് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു. നബി ഏറെ ഇഷ്ടപ്പെട്ട സഹാബി മുആദ് റളിയല്ലാഹു അൻഹു. മുആദേ, എനിക്ക് നിന്നെ സ്നേഹമാണ്, നിന്നെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ള ആ ഇഷ്ടത്തിൻ്റെ വിശാലതയെ ആ സ്വഹാബിയുടെ മുമ്പിൽ ഇതൾ നിവർത്തിയത് എങ്ങനെയാണ്? ഞാൻ നിനക്കൊരു പ്രാർത്ഥന പറഞ്ഞു തരാം. 5 നേരത്തെ നമസ്കാരാനന്തരം നീ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കണം എന്നും പറഞ്ഞു. റസൂലുള്ള പഠിപ്പിക്കാൻ, അല്ലാഹുമ്മ അഇന്നാ അലാ ദിക്രി, അല്ലാഹുവേ നീ ഞങ്ങളെ സഹായിക്കണേ. നന്മ ചെയ്യണമെങ്കിൽ പടച്ചോൻ്റെ സഹായം വേണം, നമ്മളെ തീരുമാനം പോരാ, അതിന് റബ്ബിൻ്റെ തൗഫീക്ക് വേണം. അല്ലാഹുമ്മ അഇന്നാ, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഔന് നൽകണേ, സഹായം നൽകണേ. അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക്, റബ്ബേ നിന്നെ ദിക്ർ ചെയ്യാൻ, നിന്നെ ഓർക്കാൻ, പടച്ച റബ്ബിനെ സംബന്ധിച്ചുള്ള ഓർമ്മ ഉണ്ടാവാൻ, അള്ളാഹുവിനെ സംബന്ധിച്ച് റബ്ബിന് ശുക്ർ ചെയ്യാൻ. തന്ന അനുഗ്രഹങ്ങൾ ഒരുപാടുണ്ടല്ലോ.
നമ്മൾ കണ്ടതും കാണാത്തതുമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ റബ്ബെ അതിന് നന്ദി ചെയ്യാൻ നീ ഞങ്ങളെ സഹായിക്കണേ. മാത്രവുമല്ല ഹുസ്ന ഇബാദത്ത്, നല്ല ആരാധനകളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിൽ പ്രവാചക ചര്യക്കനുസരിച്ച് ഇഖ്ലാസോടുകൂടി ഇഹ്സാനുള്ള അമൽ ചെയ്യാൻ റബ്ബെ നീ ഞങ്ങളെ സഹായിക്കണേ എന്നാണ്. പരിശുദ്ധമായ റമദാനിൽ അള്ളാഹു അതിന് നമ്മളെ പ്രാപ്തമാക്കുമാറാവട്ടെ. റമദാനിൻ്റെ മറ്റൊരു നന്മ എന്ന് പറയുന്നത് അത് പ്രാർത്ഥനയുടെ മാസമാണെന്നാണ്. പ്രാർത്ഥിക്കാനുള്ള ഒരു മാസം. മറ്റുള്ള മാസങ്ങളിൽ ധാരാളമായി റബ്ബിനോട് പലതും ചോദിക്കുകയും ആവലാതി പറയുകയും ചെയ്യുന്ന വിശ്വാസികളെ ലോകത്ത് കാണാം. റമദാനിൽ ഒരു നോമ്പുകാരൻ്റെ പ്രാർത്ഥന ജവാബുള്ള പ്രാർത്ഥനയാണെന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കള്ളം പറയാത്ത റസൂലുള്ളാഹി പറയുന്നു, ഇന്ന ലില്ലാഹി ഉതഖാ ഫീ കുല്ലി ലൈല. റമദാനിൻ്റെ എല്ലാ രാത്രികളിലും അള്ളാഹു നരകത്തിൽ നിന്ന് മോചനം നൽകുന്ന ചില അനുഗ്രഹീതരുണ്ട്. അള്ളാഹു മോചനം നൽകുന്ന, നരകമോചനം നൽകുന്ന ആള് അള്ളാഹു അതിൽ ഉൾപ്പെടുത്തട്ടെ. ഇത് റസൂലുള്ളാഹി വാക്ക് അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്, ലികുല്ലി അബ്ദിൻ മിൻഹും ദഅവത്തുൻ മുസ്തജാബ. റമദാനിൻ്റെ ഓരോ രാവിലും കഴിയുന്ന ഒരു വിശ്വാസിക്ക് ആ വിശ്വാസിയുടെ പ്രാർത്ഥനയ്ക്ക് ജവാബുണ്ട് എന്നാണ്, ഉത്തരമുണ്ട്. റബ്ബിനോട് പറയാൻ പലതുമില്ലേ, പല പരാതികളുണ്ടാകും. അള്ളാഹു തന്ന അനുഗ്രഹങ്ങളിൽ വർധനവ് റബ്ബിനോട് ചോദിക്കാനുണ്ടാകും. എന്തെല്ലാം വിഷമങ്ങളുണ്ട് ലോകത്തെ മുസ്ലിമീങ്ങൾക്കെന്ന്. കഴിഞ്ഞ റമദാന് പോലല്ല ഈ റമദാനിലെ മുസ്ലിമീങ്ങളുടെ, ലോകത്തെ പല ഭാഗങ്ങളിലുമുള്ള മുസ്ലിമീങ്ങളുടെ അവസ്ഥ. കഴിഞ്ഞ ദിവസം അലിമാറാത്തുൽ യൗം എന്ന് പറയുന്ന പത്രത്തിൽ ഒരു കാലറ്റ ഒരു ഫലസ്തീനി പെൺകുട്ടിയുടെ ഒരു ചിത്രമുണ്ട്. ഒരു വൈദികന്റെ കൂടെ ഈ രാജ്യത്തിൻ്റെ ചികിത്സാ സഹായവുമായി കടന്നു വന്ന ഒരുപാട് ലക്ഷോപലക്ഷം ആളുകൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും. വിശ്വാസി ഹൃദയങ്ങൾക്ക് വേദനകളും പ്രയാസങ്ങളും നിറയുമ്പോൾ അള്ളാഹുവിൻ്റെ ആശ്വാസത്തിൻ്റെ വാചകമാണ് ശഹ്റു ദുആ. ഇത് പ്രാർത്ഥനയുടെ മാസമാണ്. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി പരാതികളുണ്ടെങ്കിൽ റബ്ബിനോട് പറയുക. സഹായം അഭ്യർത്ഥിക്കുന്നത് അള്ളാഹുവിനോടായിരിക്കുക. അള്ളാഹുവിലേക്ക് പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസിയുടെ പ്രാർത്ഥനയ്ക്ക് ജവാബുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നു. അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കട്ടെ. പിന്നെ നമ്മളനുഷ്ഠിക്കുന്ന റമദാനിലെ നോമ്പിനോളം നന്മ നിറഞ്ഞ മറ്റൊരു അമലുണ്ടോ? നോമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമസ്കാരം പോലല്ല, അത് ഹജ്ജ് പോലല്ല. നോമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും സക്കാത്ത് പോലെയാണോ? അതുമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സഹാബി നബിയോട് വന്ന് ചോദിച്ചു, നബിയെ എനിക്കൊരു ഉപദേശം. റസൂലുള്ളാഹി പറഞ്ഞു നോമ്പ് വെക്കാൻ വേണ്ടി പറഞ്ഞു. റസൂലുള്ളാഹി പഠിപ്പിക്കാൻ, നോമ്പ് പോലെ മറ്റൊന്നില്ല, നോമ്പ് പോലെ വേറൊന്നില്ല. കാരണം എന്താ? അത് നോമ്പ് അള്ളാഹുവിന് പ്രത്യേകമാക്കി റബ്ബ് എടുത്തു പറഞ്ഞൊരു ആരാധനയാണ്. എല്ലാ നന്മക്കും 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ ചെയ്യുന്ന എല്ലാ അമലിനും 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ റബ്ബ് കൂലി കൊടുക്കും, എല്ലാ നന്മക്കും. പക്ഷേ ഒരു നന്മയൊഴികെ. ഏതാണ് ആ നന്മ? ഇല്ല സൗം, നോമ്പാകുന്ന നന്മയൊഴികെ. അനജിസി ബിഹി, റബ്ബ് പറയാൻ ഞാൻ അതിന് കൂലി കൊടുക്കും, ഞാൻ അതിന് ജവാബ് നൽകും. അള്ളാഹു മറ്റുള്ളതിന് അള്ളാഹു ജസ കൊടുക്കുന്നല്ല, മറ്റുള്ളതിന് അള്ളന്നെ കൊടുക്കുന്നത്. പക്ഷേ ഇതിന് പ്രത്യേകമാക്കാൻ അതിന് കയ്യും കണക്കുമില്ല. മറ്റേത് 700 വരെ എന്ന് പല അദദും പല ഹിസാബും പറഞ്ഞു. പക്ഷേ നോമ്പിന് കയ്യും കണക്കുമില്ല. റമദാനിൻ്റെ പകലിൽ ഒരു വിശ്വാസി എണിക്കുന്ന നോമ്പിന് അള്ളാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുന്നത് അപ്രകാരമാണ്. അള്ളാഹു നമ്മുടെ നോമ്പുകൾ സ്വീകരിക്കുമാറാവട്ടെ. എത്ര നോമ്പുകൾ കഴിഞ്ഞുപോയി അല്ലേ? 10, 40, 50 ഒക്കെ വയസ്സ് ഉള്ള ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. നമ്മൾ ആലോചിക്കുക, എത്ര നോമ്പുകൾ കഴിഞ്ഞുപോയി. ആ നോമ്പുകളിൽ ഒരു നോമ്പ് അള്ളാഹു സ്വീകരിച്ചാൽ അത് റമദാനിലെ നോമ്പാണെങ്കിൽ അതിനോളം സുഹൃതം ചെയ്തവൻ ലോകത്ത് ആരാളുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബലീ ഗോത്രത്തിലെ 2 ആളുകളെ പറ്റി പറഞ്ഞ സംഭവവും പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോ റമദാൻ കടന്നു വരുന്ന കേൾക്കുന്ന നബിയുടെ വചനങ്ങളിലെ ഇമാം ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്ന പണ്ഡിതലോകം സ്വഹീഹ് എന്ന് പറഞ്ഞൊരു ഹദീത്തിൽ കാണാൻ കഴിയും. ബലീ ഗോത്രത്തിലെ 2 ആളുകൾ ഒരുമിച്ച് മുസ്ലിമായവരാൻ. പക്ഷേ ഒരാൾ മറ്റേയാളെക്കാളും 1 കൊല്ലം കൂടുതൽ ജീവിച്ചു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ സഹാബത്ത് പല കാര്യങ്ങളും പറഞ്ഞപ്പോൾ ഇവർ 2 പേരുടെ ചർച്ച വന്നു. റസൂലുള്ളാഹി ചോദിച്ചു, രണ്ടാമത്തെയാൾ ഹൽ മകസ ബഅദഹു സന, 1 കൊല്ലം മറ്റേയാളെക്കാളും കൂടുതൽ ജീവിച്ചവനാണോ? മറ്റേയാൾ ആരാധനകളിൽ സജീവനാണ്, ഒരുപാട് നല്ല സൽക്കർമ്മങ്ങളുമായി നോമ്പും സക്കാത്തും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദിനിറങ്ങി ഷഹീദായ ആളാണ്. പക്ഷെ അയാളെക്കാളും കൂടുതൽ 1 വർഷം ഇയാൾ ജീവിച്ചിട്ടുണ്ടോ? സഹാബത്ത് അന്വേഷിച്ചു. നബിയുടെ അരികിൽ അവർ മറുപടി പറഞ്ഞു, ഖാലു ബല, അതേ റബ്ബെ, അതേ പ്രവാചകരെ, 1 കൊല്ലം കൂടുതലുണ്ട്. റസൂലുള്ളാഹിന്റെ അടുത്ത ചോദ്യം, വഅദറക റമളാനു ഫസാം, ഒരു റമളാൻ കിട്ടി, ആ റമളാനിൽ അയാൾ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ടോ? റമളാൻ മാസം വന്നു അതിൽ? സഹാബത്ത് പറഞ്ഞു ബല, അതേ നബിയെ, അയാൾക്കൊരു റമളാനും കിട്ടി, അയാൾ നോമ്പും നോറ്റിട്ടുണ്ട് എന്നാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പ്രഖ്യാപിക്കുകയാണ്. നബിയുടെ പ്രഖ്യാപനം, ഫമാ ബൈനഹുമാ അബ്അദു മിമ്മാ ബൈനസ് സമാഇ വൽ അർദ്,
ആകാശഭൂമികളുടെ വിശാലത എത്രയാണോ, അത് എത്രമാത്രം പ്രവിശാലമാണോ, അതിനേക്കാൾ വിദൂരത ഈ രണ്ടാളുകൾക്കിടയിൽ അള്ളാഹുവിൻ്റെ അരികിലുണ്ട് എന്നാണ്. ആകാശത്തിൻ്റെ വിശാലതയിൽ ഗവേഷണം നടത്തിയിട്ട് അറ്റമില്ല എന്ന് പറയുന്ന ശാസ്ത്രലോകമാണ് നമ്മുടെ ചുറ്റിലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഈ രണ്ടാളുകൾ തമ്മിലുള്ള വിദൂരത അതിവിശാലമാണ്. ഒരു നോമ്പിൻ്റെ, ഒരു പകലിലെ നോമ്പിനെ അള്ളാഹു ആദരിക്കുന്നത്, സ്വീകരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇഖ്ലാസോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അതേ ചര്യയോടെ നോമ്പനുഷ്ഠിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. റമദാന് വന്നാൽ തുറക്കപ്പെടുന്നത് സ്വർഗത്തിൻ്റെ വാതിലുകളാണ്. ഇന്ന് നമ്മുടെ മക്കൾ ഗിവ് അവേകളുടെ പിന്നിലാണ്. ഐഫോണിൻ്റെ പെട്ടികളുമായി ഒരാൾ നിരത്തിലിറങ്ങി വെറുതെ കൊടുക്കുകയാണെങ്കിൽ തിക്കും തിരക്കും കൂടുന്ന യൗവനങ്ങളെ നമുക്ക് കാണാം. പക്ഷെ റബ്ബ് പറയുന്നു, റമദാനിൻ്റെ മാസം അത് സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുന്ന മാസമാണ്. എന്തേ ആ ഒരു സ്വർഗത്തിലേക്ക് തിക്കും തിരക്കും കൂട്ടി നമുക്ക് പാഞ്ഞെടുത്തുകൂടാ? ഒരുപാട് നല്ല പ്രവർത്തനങ്ങളുമായി സജീവമായി കൂടാ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയങ്ങൾക്ക് നല്ല ശുദ്ധി നൽകുമാറാവട്ടെ, നമ്മുടെ ചിന്തകൾക്ക് നല്ല ഓർമ്മകൾ അല്ലാഹു നൽകുമാറാവട്ടെ, എല്ലാവിധ ശക്തിയും അല്ലാഹു നൽകുമാറാവട്ടെ. ബോധത്തോടു കൂടി ഈ നാളുകളെ ഉപയോഗപ്പെടുത്തുന്ന സൗഭാഗ്യരിൽ റബ്ബേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ. ഒരു ഇമാമിൻ്റെ പിന്നിൽ റമദാനിൻ്റെ രാവുകളെ സജീവമാക്കാൻ, ആ ഇമാമ് നമസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നത് വരെ നമസ്കരിക്കാൻ അള്ളാഹു നമുക്ക് മനസ്സ് നൽകുമാറാവട്ടെ. അങ്ങനെ നമസ്കരിക്കുന്നവൻ രാവ് മുഴുവൻ നിന്ന് നമസ്കരിക്കുന്നവനെ പോലെയാണ്. അള്ളാഹു നമ്മുടെ നമസ്കാരങ്ങൾ സ്വീകരിക്കട്ടെ, നമ്മുടെ റമദാനിലെ നോമ്പുകൾ സ്വീകരിക്കട്ടെ, നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കട്ടെ, നമ്മുടെ ഇസ്തിഗ്ഫാറുകൾ സ്വീകരിച്ച് ഏറ്റവും നല്ല പാപമോചനം ലഭിക്കപ്പെട്ട സൗഭാഗ്യരിൽ അള്ളാഹു നമ്മുടെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദ അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. റമദാനിനെ ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിയിരിക്കുന്ന വിശ്വാസിനികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പരിപാവനമായ മദീനത്തെ പള്ളിയിൽ ഒരു റമദാനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മിമ്പറിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ അരികത്ത് വെച്ച് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചില പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുകയും ആമീൻ 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 എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ പറയുകയും ചെയ്ത സന്ദർഭം നമ്മൾ കാതോർത്ത് വരാൻ. മലക്കുകളിൽ ശ്രേഷ്ഠനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന, മനുഷ്യരിൽ ഉത്കൃഷ്ടനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആമീൻ എന്ന വരികൾ, അതും മാ ബൈന ബൈതി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരിടം. അവിടെ വെച്ച് നബി ആമീൻ പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു, നബിയെ എന്തിനാ ആമീൻ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല ലി ജിബ്രീലു, എന്നോട് ജിബ്രീൽ പറഞ്ഞു, റഗിമ അൻഫു അബ്ദിൻ അദ്റക അബവൈഹി ഔ അഹദഹുമാ ലം യുഗ്ഫർ ലഹു. വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കളുണ്ടായിട്ടും, ബലഹീനതയിൽ അവശതയിൽ കഴിയുന്ന മാതാപിതാക്കളുണ്ടായിട്ടും സ്വർഗം കിട്ടാത്തവൻ, പാപം പൊറുക്കപ്പെടാത്തവൻ തുലഞ്ഞു പോട്ടെ എന്നാണ് ജിബ്രീൽ പ്രാർത്ഥിച്ചത്. ഞാൻ ആമീൻ പറഞ്ഞു. ഒരാൾക്ക് ഉപദ്രവം ഉണ്ടാവാൻ റസൂൽ ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ല. ശത്രുക്കൾക്ക് പോലും നന്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ച തിരുമനസ്സാൻ. പക്ഷെ റസൂലുള്ള ആമീൻ പറഞ്ഞു. അവിടെ നിസ്വാർത്ഥനല്ല റസൂലുള്ള, സ്വാർത്ഥനല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ നിസ്വാർത്ഥമായി ആമീൻ പറഞ്ഞു. കാരണം അത് വല്ലാത്ത ദ്രോഹമാണ്. രണ്ടാമത്തെ കാര്യം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന അതാണ്, റഗിമ അൻഫു അബ്ദിൻ. എപ്പോഴും ശ്രദ്ധയില്ല, ചിന്തയില്ലാത്ത ചില ആളുകളെ പറ്റി അയാൾ തുലയട്ടെ. ആരാണ് അയാൾ? അയാൾക്ക് റമദാൻ വന്നു, ലം യുഗ്ഫർ ലഹു, എന്നിട്ടും പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ല. എത്ര റമദാൻ വന്നിട്ടും മഗ്ഫിറത്ത് ലഭിക്കപ്പെടാത്തവനാണോ? നാശമടയട്ടെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിശുക്കില്ലാതെ ആമീൻ പറഞ്ഞു വന്നാൻ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര ഗൗരവത്തിൽ അത് ഉണർത്തിയത്. മൂന്നാമത്തെ ആള്, നബിൻ്റെ പേര് കേട്ടിട്ടും സലാത്ത് ചെല്ലാത്തവൻ നാശമടയട്ടെ എന്നാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനും ആമീൻ പറഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിലുള്ള നമ്മുടെ സലാത്തുകൾ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉദ്ദേശങ്ങളെ ശുദ്ധീകരിക്കുക, നല്ല നിയത്തോടുകൂടി പരിശുദ്ധ റമദാനിനെ വരവേൽക്കാൻ നമ്മൾ തയ്യാറാവുക. മാനസികമായും ശാരീരികമായും തയ്യാറെടുക്കുക. എല്ലാ അലസതകളിൽ നിന്നും എല്ലാ മടികളിൽ നിന്നും മുക്തമാകുക. ഏറ്റവും നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മാസമാണ്, നാളുകളാണ് എന്ന തിരിച്ചറിവിൽ അതിനെ ഉപയോഗപ്പെടുത്തുവാനുള്ള ശ്രമമുണ്ടാവുക. നന്നായി ഖുർആൻ ഓതുക, ഖുർആൻ്റെ ആയത്തുകളെ സംബന്ധിച്ച് ആലോചിക്കുക,
ആലോചിക്കുക, ചിന്തിക്കുക, പഠിക്കുക. റമദാൻ ഖുർആനിൻ്റെ മാസമാണ്. നമ്മുടെ പള്ളിയിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഖുത്ബക്ക് ശേഷം ഖുർആൻ ആയത്തുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ടാകും. അതിനുപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാനിനെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ മീസാനിൽ ഏറ്റവും നല്ല പ്രതിഫലം ലഭിക്കുന്ന ഘനമേറിയ അമലുകളായി അതിനെ കാണാൻ അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകുമാറാവട്ടെ. വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളെ വിമലീകരിക്കുന്നതാക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ഏറ്റവും നല്ല മുത്തഖീങ്ങളിൽ റബ്ബ് നമ്മൾ ഉൾപ്പെടുത്തട്ടെ. നാളെ മാനത്തെ അമ്പിളി ആകാശത്ത് തെളിയുമ്പോൾ, റമദാനിന്റെ അമ്പിളി തെളിയുമ്പോൾ അള്ളാഹുവെ സമൃദ്ധിയും ഈമാനും സലാമും നിറയുന്ന ഒരു മാനത്തെ അമ്പിളിയാക്കി റബ്ബെ നീ അവ ഞങ്ങളിൽ പ്രദർശിപ്പിക്കണേ. അള്ളാഹുവെ നീ ഞങ്ങളിൽ തെളിയിക്കണേ. അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ. അള്ളാഹു റമദാനിലേക്ക് ഞങ്ങൾ എത്തിക്കണേ. ആ റമദാൻ മാസത്തിലേക്ക് ഏറ്റവും നല്ല നമസ്കാരവുമായി നോമ്പുകളുമായി സജീവമാകാൻ റബ്ബേ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ. അള്ളാഹു ഞങ്ങളെ പ്രിയപ്പെട്ടവർ ഒരുപാട് ആളുകൾ കഴിഞ്ഞ റമദാനുകളിൽ ഉണ്ടായിരുന്നു. ഈ റമദാനുകൾ ഞങ്ങളുടെ കൂട്ടത്തിലില്ല. അള്ളാഹുവെ നീ അവർക്ക് അവരുടെ എല്ലാവിധ ചിന്മകളും വിട്ടുപുറച്ചു മാപ്പാക്കി കൊടുക്കണേ. അവരുടെ ഖബറിടങ്ങളെ റബ്ബേ നീ വിശാലമാക്കി കൊടുക്കണേ. അള്ളാഹു ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗങ്ങളെ വിശാലമാക്കി തരണേ. ഞങ്ങളുടെ കാര്യങ്ങളെ എളുപ്പാക്കി തരണേ. ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് വിശാലത നൽകണേ. ഞങ്ങളുടെ കൂട്ടത്തിൽ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് റബ്ബേ നീ ശിഫ കൊടുക്കണേ. സാമ്പത്തികമായ ഞെരുക്കങ്ങളുണ്ട് അവർക്ക്, അള്ളാഹുവെ നീ അവർക്ക് പോംവഴി നൽകണേ. ശാരീരികമായ വേദനകളിൽ റബ്ബേ നീ അവർക്ക് ആശ്വാസം പകരണേ. അല്ലാഹുമ്മ ജഅൽനാ ബിക മുഅ്മിനീൻ വലക ആബിദീൻ വഇലൈക മുനീബീൻ വബിറമളാന മുസ്തസ്മിരീൻ വബിവാലിദീന ബാരീൻ വർഹംഹും കമാ റബ്ബൗനാ സിഗാറൻ യാ അർഹമർ റഹീമീൻ. اللهم احفظ دولة الإمارات بحفظك واغمرها بفعل نعمتك وزدها من واسع فضلك وأدم رخاءها وازدهارها يا رب العالمين. اللهم احفظ شيخ محمد بن زايد رئيس الدولة بحفظك واشمله برعايتك واجعل عمله في طاعتك ووفقه ونوابه وولي عهده الأمين والشيخ محمد بن راشد وولي عهده ونوابه وإخوانه حكام الإمارات وأولياء عهودهم لما تحبه وترضى. اللهم ارحم الشيخ زايد والشيخ راشد والقادة المؤسسين والشيخ مكتوم والشيخ خليفة والشيخ حمدان وشيوخ الإمارات الذين انتقلوا إلى رحمتك وأدخلهم بفضلك فصيح جناتك واشمل شهداء الوطن برحمتك وغفرانك. اللهم ارحم المسلمين والمسلمات الأحياء منهم والأموات. اللهم اسقنا الغيث ولا تجعلنا من القانتين. اللهم أغثنا اللهم أغثنا اللهم أغثنا. اذكروا الله العظيم الجليل يذكركم واشكروه على نعمه يزدكم وأقم الصلاة.